ഹലോ, വെൽക്കം ബാക്ക് ടു ഷാനാസ് കിഡ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിലെ ഓണപ്പരിപാടി കാഴ്ചയുമായിട്ടാണ്. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ കണ്ണൂർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇതാ എല്ലാ കൊല്ലയും ഇതുപോലെ ഒരു ഇതുണ്ടാവും കേട്ടോ. ഇവിടെ നമ്മുടെ പോലീസ് മൈതാനത്ത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മളെ നയാഗ്ര വാട്ടർഫോളാണ് കേട്ടോ. അതിതാ നമ്മളിതാ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഇതുപോലെ പാത്വേയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇതാ നമ്മളെ നയാഗ്ര വാട്ടർഫോള് ഇതാ എത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മളെ മേത്തൊക്കെ ഇതാ വെള്ളമൊക്കെ തുള്ളി തുള്ളിയായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഉറ്റില്ല, അതുപോലെ ഉറ്റുന്നൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിനും അതുപോലെ നമുക്ക് ഈ വെള്ളം ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ കളിക്കാം. ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ തോർത്തൊക്കെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മേലെ മേലെ കയറി കയറി പോവാം. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു റോബോട്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇതുപോലെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതിന് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം തന്നെയാണല്ലേ. അങ്ങനെ അതിനൊക്കെ ഇടുന്ന് കളിപ്പിക്കലാണ് എല്ലാവരും കൂടിയിട്ട്. കുറച്ച് ഉള്ളിലോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഫർണിച്ചർ, അതുപോലെ നമ്മളെ ഫാൻസി ഐറ്റം ഏതെടുത്താലും 20-30 രൂപ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ ചന്തകളിലൊക്കെ വന്നാൽ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ എക്സിബിഷനിൽ പൊതുവെ പുറത്ത് അപേക്ഷിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഓരോ സ്റ്റാളിൽ ഏതെടുത്താലും 20 രൂപ അതൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും കുറച്ചധികം റേറ്റ് തന്നെയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വന്നാൽ എന്തെങ്കിലും വാങ്ങിക്കാതെ പോകുന്നതും ഒരു മോശമല്ലേ. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുമ്പോഴല്ലേ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകാനല്ലേ. എക്സിബിഷൻ്റെ പുറത്ത് കൂടാണ്ട് നമ്മളെ കൈത്തറി വസ്ത്രങ്ങളില്ല അതൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് നമ്മൾ സ്റ്റേഡിയത്ത്. അതുപോലെ വേറെ തന്നെ ചന്തയും കാഴ്ചകളൊക്കെ ഉണ്ട്. അത് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെടിയല്ലേ നമുക്ക് വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ, പച്ചക്കറി വിത്തുകൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു പുറത്തുള്ള സ്റ്റാളാണ് കേട്ടോ. നമ്മളെ ഡാലിയ ഫ്ലവേഴ്സ്, അതുപോലെ ഒരുപാട് പച്ചക്കറി വിത്ത്, അതുപോലെ നമ്മളെ സൂര്യകാന്തി ചെടീൻ്റെ വിത്ത്, റംബൂട്ടാനി, വായ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ്, അതുപോലെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഓഗസ്റ്റ് 15-നൊക്കെ ഇവിടെയാണ് കേട്ടോ നമ്മളെ സല്യൂട്ട് പരേഡൊക്കെ നടത്തൽ. അതുപോലെ നമ്മൾ ജംബോ സർക്കസ് അങ്ങനെയൊക്കെ ഉണ്ടായാലുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാലും ഇതുപോലെ കുറേ സ്റ്റാൾസ് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റാൻ. അതുപോലെ ഫുഡ് കോർട്ടൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരമൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഫുഡ് കോർട്ടൊക്കെ കാണാൻ ഐസ്ക്രീംസ്, അതുപോലെ കോളിഫ്ലവർ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചുരിദാർ, ബെഡ്ഷീറ്റ് അതൊക്കെ 250 രൂപയാണ് കേട്ടോ വരുന്നത്. സിൽക്ക് സാരി, കുറേ റിങ്സ്, പേരെഴുതിയിട്ടുള്ള മോതിരയില്ലേ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കൽ. ഇതുപോലെ ചന്തക്കൊക്കെ പോയാലല്ലേ നമ്മളെ ആ ഒരു പണ്ടേ ഉള്ള ആ ഒരു പേരെഴുതിയിട്ടുള്ള മോതിരമൊക്കെ കാണാൻ പറ്റൽ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ ഇവിടെ ഒരാൾ ഇരുന്ന് പടം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് മാത്രം അടിക്കാം, ബേക്ക് അടിക്കണ്ട. ഇതിൻ്റെ അകത്തിട സാധനം ബലൂൺ ഊതുമ്പോൾ ഊതി കൊടുക്കും കേട്ടോ. ഇത് മൾട്ടി കളറാണ്, മൾട്ടി കളറാണ്. എന്താ ഇങ്ങനെ ഊതി ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇത് 3 വയസ്സ് മേലെയുള്ള കുട്ടികൾക്ക് ഊതാറുണ്ട്, ഏജ് 3 years തന്നെ അപ്പോൾ. ഇതിനകത്ത് ഇതുപോലത്തെ സ്റ്റെൻസിലുണ്ട്. പിന്നെ 2 ബ്ലോ ഉണ്ടാവും.
2 ബ്ലൂ എന്തിനാണെങ്കിൽ 2 കുട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇത് 8 പീസ് ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്കെച്ച് ഉണ്ടാവും, സാധാരണ സ്കെച്ചാണ്. മഷി തീർന്നാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ട സ്കെച്ചാണ്. ഇതുണ്ടാ, ഇത് 1, 2, 3, 4, 5, 6 ഇങ്ങനെ 8 പീസ് ഉണ്ടാവും. അപ്പോൾ 4 ഒരാൾക്ക് കൊടുക്കാൻ